തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, പഠിച്ചിറങ്ങിയവർക്ക് ജോലി, വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം, ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം, ജോലി ഉറപ്പു നൽകുന്നു. ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ്, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, ഫാർമസി അസിസ്റ്റന്റ്, ആയുർവേദ പഞ്ചകർമ്മ OT ടെക്നോളജി, ഡയാലിസ് ടെക്നോളജി എന്നിവയിൽ 26 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം, ബൈപ്പാസ് റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ത്തോടൊപ്പം മൂല്യബോധമുള്ളവരായി വളരണമെന്ന് പ്രശസ്ത മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാരണം ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്ത് എങ്ങനെയോ ഏതോ സാഹചര്യത്തിൽ ഓരോ പ്രതിസന്ധികളെയും പതുക്കെ പതുക്കെ സ്വയം മറികടന്ന് ഞങ്ങളിങ്ങനെയൊക്കെ എത്തിപ്പെട്ട ആളുകളാണ്. ഞങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയോ ഞങ്ങളോട് ഇന്ന കോഴ്സിന് ചേരണമെന്നോ ഇന്നതാണ് നല്ല കോഴ്സെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല. ഞങ്ങൾക്ക് അവർ നൽകിയതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു. എൻ്റെ അച്ഛനൊരു സ്വാതന്ത്ര്യ സമര പഠനമാണ്. അപ്പം എൻ്റെ അച്ഛൻ ഞാൻ കോളേജിൽ ചേരാൻ പോകുന്ന സമയത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, കോളേജിലൊക്കെ ചേർന്നോ, നിനക്ക് അവിടെ കുറേ ടെക്സ്റ്റുകളൊക്കെ പഠിക്കാനുണ്ടാവും, പക്ഷെ നിനക്ക് ഒരു ചായ ഉണ്ടാക്കാൻ പറ്റുമോ, നിനക്ക് കൈക്കോട്ടെടുത്ത് കിളയ്ക്കാൻ പറ്റുമോ, നിന്റെ കാലിലൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ നീ ഈ മുറ്റത്ത് വളരുന്ന ചെടിയിൽ ഏത് ചെടി ഉപയോഗിച്ചാണ് നിന്റെ മുറിവ് ഭേദമാക്കാൻ പറ്റുള്ള മരുന്ന് ഏതാണെന്ന് അറിയോ? നിന്റെ അമ്മയ്ക്കൊരു ശ്വാസം മുട്ടലുണ്ടായാൽ ഏത് മരുന്ന് ഉപയോഗിച്ചിട്ടാണ് ഇടിച്ചു പിഴിഞ്ഞ നീരാണ് നീ കൊടുക്കുന്നതെന്ന് അറിയോ? ഇതാണ് യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്നാണ് എന്നോട് ആൾ പഠിപ്പിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു, പാഠപുസ്തകങ്ങളെക്കാൾ പുറത്ത് ഒരുപാട് ജീവിതങ്ങളുണ്ട്. നമ്മൾ പൊരുതി നേടേണ്ട ജീവിതങ്ങളാണ്. അന്നൊന്നും ഇതുപോലെ വിശാലമായ കോഴ്സുകളോ വിശാലമായ വിഷയങ്ങളോ വിശാലമായുള്ള സബ്ജക്റ്റുകളോ ഒന്നും തന്നെ ഇല്ല. ഉള്ളത് വളരെ വളരെ ചെറിയ ചെറിയ കോഴ്സുകൾ മാത്രമാണ്. അതിന് പോയി പഠിച്ച് ആ ആത്മവിശ്വാസത്തിൽ നിലനിൽക്കുക. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ വിദ്യാഭ്യാസ വീക്ഷണമാണ് ഭാരതത്തിൽ സാർവത്രിക വിദ്യാഭ്യാസത്തിനു കാരണമായതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. പ്രതിഭാസംഗമം KPCC ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ Dr. P. സരിൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, സിനിമാ സംവിധായകൻ റഷീദ് പാറയ്ക്കൽ, PNM ആയുർവേദ കോളേജ് ഡയറക്ടർ Dr. സന്ധ്യ മണ്ണത്ത് എന്നിവർ മുഖ്യാതിഥികളായി. KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ്, കോൺഗ്രസ് നേതാക്കളായ NR സതീശൻ, SAA ആസാദ്, അഡ്വക്കേറ്റ് TS മായാദാസ്, CA ശങ്കരൻകുട്ടി, ഋഷി പൽപ്പു, NR രാധാകൃഷ്ണൻ, ജയൻ മംഗലം, കൗൺസിലർമാരായ ബുഷ്ര റഷീദ്, സന്ധ്യ കൊടക്കാടത്ത്, നബീസ നാസറലി, കമലം ശ്രീനിവാസൻ, കോൺഗ്രസ് നേതാക്കളായ സിന്ധു സുബ്രഹ്മണ്യൻ, ബിജു ഇസ്മായിൽ, ജെയ്സൺ മാത്യു എന്നിവർ പ്രസംഗിച്ചു. LLB പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അഡ്വക്കേറ്റ് ഗംഗ ജയദേവ്, മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ നാസർ മങ്കര എന്നിവരുൾപ്പെടെ 130 പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. പ്രതിഭാസംഗമത്തിന് KK അബൂബക്കർ, PS രാധാകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ നന്ദിലത്ത്, ജോണി ചിറ്റിലപ്പിള്ളി, ബിജു കൃഷ്ണൻ, അഷ്റഫ് കരുമത്ര, ജോസഫ് തൈക്കാട്ടിൽ, CR രാധാകൃഷ്ണൻ, റോയ് ചിറ്റിലപ്പിള്ളി, ജോസഫ് പൂമല, AK പീതാംബരൻ, CV ജോസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.